ശുഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രം. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ ആസൂത്രിതമായ ജോലി മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വാക്സാമർത്ഥ്യത്താലും സത്യസന്ധതയാലും ജനപ്രീതിയും പ്രശംസയും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ക്ഷേത്ര ദർശനം, തീർത്ഥാടനം എന്നിവ നടത്തും. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. സത്യസന്ധമായും നേർവഴിയിലൂടെയും പ്രവർത്തിക്കും. ബിസിനസ്സുകാർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കും. സഹോദര സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തും. കർമ്മമേഖലയിൽ പുരസ്കാരം ലഭിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സഹപ്രവർത്തകരോട് കർശനമായി ഇടപെടും. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് പൂയം നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം മത്സരങ്ങളെ നേരിടേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. കോപം മൂലം ബന്ധുക്കൾ അകലും. സാമ്പത്തികമായ പിരിമുറുക്കം ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പഠനത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. മാനസിക ക്ലേശങ്ങളും ബന്ധുജനങ്ങളിൽ നിന്നും ദുഃഖവും അനുഭവവേദ്യമാകും. ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും സ്വരച്ചേർച്ച കുറവ് വന്നുഭവിക്കാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. കാര്യങ്ങൾ ബുദ്ധിപരമായി നീക്കിയില്ലെങ്കിൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. അകാരണമായി കലഹിക്കുവാനുള്ള വാസന ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനവും അംഗീകാരവും ലഭിക്കും. സുഹൃത്തുക്കൾക്കായി ധാരാളം പണം ചിലവഴിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും സ്വസ്ഥത ഇല്ലാതാവുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ചോതി നക്ഷത്രമാണ്. മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കും. പൊതുവെ നല്ല സമയമാണ്. സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. ആരോഗ്യപരമായി മികച്ച ദിവസം തന്നെയാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഉണർവിന് സാധ്യത കാണുന്നുണ്ട്. വാഹന സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കാം. നൂതന ഗൃഹം വാങ്ങുകയും ആഗ്രഹത്തിനനുസരിച്ച് മോടി പിടിപ്പിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നതായിരിക്കും. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അയൽക്കാരുമായി അനാവശ്യ തർക്കങ്ങൾക്ക് പോകാതെ ഇരിക്കുക. അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുടുംബാംഗങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടി വരും. ജീവിതത്തിൽ പുരോഗതിയും കുട്ടികൾക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. അവിചാരിതമായ തടസ്സങ്ങൾ പലതും അനുഭവപ്പെടുന്നതാണ്. സർക്കാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത് കാരണം വരുന്ന തടസ്സങ്ങളെയെല്ലാം വിജയകരമായി മറികടക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. വാക്സാമർത്ഥ്യത്താലും മാധുര്യമുള്ള സംസാരത്താലും മറ്റുള്ളവരെ വശീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയും തൃപ്തികരമായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സഹോദരങ്ങളുമായി ഐക്യം ഉണ്ടാകും. വസ്തുക്കളും വാഹനങ്ങളും വാങ്ങുന്നതായിരിക്കും. അന്യർക്കായി ത്യാഗമനസ്കതയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യത്തിൽ പൂർണ്ണ സംതൃപ്തി അനുഭവത്തിൽ വരും. ബന്ധുക്കളുമായി നിലവിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറും. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങളുടെ പിന്തുണയും അംഗീകാരവും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ദേവാലയ ദർശനം സാധ്യമാകും. ഉത്സവ പരിപാടികളിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദാമ്പത്യ ബന്ധത്തിൽ യോജിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയം പൂവണിയുന്നതായിരിക്കും. ക്ഷേത്ര ഭാരവാഹികളായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉത്സവങ്ങളും മറ്റും നടത്തുവാനും അതുവഴി ജനങ്ങളുടെ അംഗീകാരവും
പ്രശംസയും നേടുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തിയും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇറക്കുമതി, കയറ്റുമതി എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സിനിമ, സീരിയൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നത് ആയിരിക്കും. ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതായിരിക്കും. ആരോഗ്യപരമായി ചിട്ടയായ ജീവിതം കൊണ്ടു നടക്കുവാൻ ശ്രദ്ധിക്കുകയും അതുവഴി ആരോഗ്യം തൃപ്തികരമായി തുടരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രശംസയും മറ്റും ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ബുദ്ധിപരമായി പ്രവർത്തിച്ച് പല പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുകയും അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ഇടപെട്ട് അപഖ്യാതിയും അപമാനവും കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും. പൊതുപ്രവർത്തന രംഗത്തുള്ളവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ശത്രുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ബാങ്കിങ്, ഫിനാൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഥവാ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് കേസുകളും നികുതി വകുപ്പുകളിൽ നിന്നുള്ള ഉപദ്രവവും ബാധിക്കുന്നതായിരിക്കും. കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിന് കാരണമാവുകയും സ്ഥാപനത്തിന് അത് മോശപ്പേരുണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. മാനസികമായി വളരെയധികം ആകുലതകൾ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. എന്നിരുന്നാലും യാത്രകൾ പോകുന്നത് നിമിത്തം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. കൂടാതെ തന്നെ ഈശ്വരാധീനം അല്പം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. വിലപിടിപ്പുള്ള ആഭരണങ്ങളോ യന്ത്രങ്ങളോ കളവ് പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യും. ബന്ധുക്കളുമായുള്ള അടുപ്പം വർദ്ധിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. സംസാരം മുഖേന ശത്രുക്കൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.